ഗുഡ് ഈവനിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ഈ അടുത്ത കാലത്തായി വൻ പ്രചാരം നേടുന്ന യുനാനി ചികിത്സയുടെ മറവിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ആയിരക്കണക്കിന് യുനാനി ഡോക്ടർമാർ ചികിത്സ നടത്തി വിലസുന്ന നമ്മുടെ സംസ്ഥാനത്ത് 60-ൽ താഴെ ഡോക്ടർമാർക്ക് മാത്രമാണ് സർക്കാർ അംഗീകാരമുള്ളത്. ലക്ഷക്കണക്കിന് പേർ ഈ തട്ടിപ്പിന് ഇരയാകുന്നു. ഇതറിഞ്ഞാണ് മീഡിയ വൺ ഇതേക്കുറിച്ച് അന്വേഷിച്ചത്. വ്യാജ ചികിത്സയും മരുന്ന് തട്ടിപ്പും നിർബാധം തുടരുന്ന യുനാനി മേഖലയിൽ ചെറുകിടക്കാർ മുതൽ വൻകിട ആശുപത്രികൾ വരെ കണ്ണിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും എല്ലാ ആശുപത്രികളും ഇതിൽ ഭാഗമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇതേക്കുറിച്ച് അന്വേഷിച്ചത് കോഴിക്കോട്ട് ഞങ്ങളുടെ പ്രതിനിധി നജാത്തുള്ളയാണ്. നജാത്ത്, എന്തൊക്കെയാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത്? ഗോപി, യുനാനി ചികിത്സാ മേഖലയിൽ വമ്പിച്ച തട്ടിപ്പുകൾ നടത്തുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടത്. വെബ്സൈറ്റുകളും പരസ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാപകമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളാണ് ഇതുവഴി വ്യാജ ഡോക്ടർമാരുടെ കൈകളിലെത്തുന്നത്. ഒളി ക്യാമറ വെച്ചുകൊണ്ട് നാം നടത്തിയ ഓപ്പറേഷനിലൂടെ, നാം നടത്തിയ അന്വേഷണത്തിലൂടെ വളരെ വ്യാപകമായി ഇത് കേരളത്തിൽ ഉണ്ട് എന്നും അതിന്റെ എല്ലാവിധ തെളിവുകളും രേഖകളും ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഗോപി, റൈറ്റ്. നജാത്തുള്ള നടത്തിയ ഈ അന്വേഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനിലെ പ്രധാനപ്പെട്ട വാർത്ത. പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. അജെയിംസ്, പ്രധാന വാർത്തകൾ. വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കാൻ കേരളത്തിന് മേൽ കേന്ദ്ര സമ്മർദ്ദം. പൊതു സ്വകാര്യ പങ്കാളിത്തമോ ഫ്രാഞ്ചൈസി മാതൃകയോ സ്വീകരിക്കണം. 2028 കോടി രൂപയുടെ സഹായ വാഗ്ദാനവും. യുനാനി വൈദ്യത്തിന്റെ മറവിൽ കേരളത്തിൽ നടക്കുന്നത് വ്യാജ ചികിത്സയും മരുന്നു തട്ടിപ്പും. അംഗീകൃത ഡോക്ടർമാർ 60-ൽ താഴെ, പ്രാക്ടീസ് ചെയ്യുന്നത് ആയിരങ്ങൾ. ലക്ഷങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. വസ്തുതകൾ നിരത്തി മീഡിയ വൺ അന്വേഷണം. വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക്. പ്രതിഷേധം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ. സൂര്യനെല്ലി പെൺകുട്ടിയെക്കുറിച്ച് കെ സുധാകരന്റെ പരാമർശം ഹീനമെന്ന് VS അച്യുതാനന്ദൻ. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ്. PJ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് CPM. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള ടീമിനെ P രാഹുൽ നയിക്കും. 20-അംഗ ടീമിൽ 4 പുതുമുഖങ്ങൾ. ബാഴ്സലോണയ്ക്കായി ലയണൽ മെസ്സി 300 ഗോൾ തികച്ചു. യുനാനി മേഖലയിൽ നടക്കുന്ന വൻകിട തട്ടിപ്പുകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി നടത്തിയ അന്വേഷണത്തിൽ പല ഡോക്ടർമാരും വ്യാജന്മാരാണ് എന്ന് വ്യക്തമാവുകയുണ്ടായി. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ടുകളാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് യുനാനി മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകൾ? ഏത് തരത്തിലാണ് സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനിരയാകുന്നത്? നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നു. ചികിത്സാ രീതികൾ വ്യാജമായ രീതിയിൽ പലതരത്തിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അംഗീകൃത യുനാനി ഡോക്ടർമാർ ആകെ ഈ സംസ്ഥാനത്തുള്ളത് 60-ൽ താഴെയാണ്. പക്ഷേ 10,000-കണക്കിന് പേർ ഈ ഡോക്ടർ എന്ന പേരിൽ ഇവിടെ ചികിത്സ നടത്തി വരുന്നു. വ്യാജ ചികിത്സയും മരുന്ന് കച്ചവടവും ഇതിന്റെ മറവിൽ പൊടിപൊടിക്കുകയാണ്. അതോടൊപ്പം തന്നെ തട്ടിപ്പിനിരയാകുന്നത് ലക്ഷങ്ങളും. പുറത്തു പറയാനാകാത്ത പല രോഗങ്ങളും യുനാനി ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുമെന്നതിനാൽ പലരും ഈ തട്ടിപ്പിനിരയായിട്ടും കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമാവുകയുണ്ടായി. എന്തൊക്കെയാണ് ഒരു യുനാനി ഡോക്ടർക്ക് ഈ സംസ്ഥാനത്ത് ചികിത്സ നടത്തുന്നതിന് വേണ്ട അടിസ്ഥാന യോഗ്യതകൾ? BUMS ബിരുദം നിർബന്ധം. അതിനോടൊപ്പം തന്നെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനും നിർബന്ധമാണ്. ഈ രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ രോഗികളെ ചികിത്സിക്കാനുള്ള അവകാശമുള്ളൂ. ഇതാണ് സർക്കാർ നൽകുന്ന അംഗീകാരം. ഈ അംഗീകാരം ഇല്ലാതെയാണ് പലരും ഇവിടെ ചികിത്സ നടത്തുന്നതെന്ന് മീഡിയ വണ്ണിന്റെ അന്വേഷണത്തിൽ വ്യക്തമാവുകയുണ്ടായി. അതോടൊപ്പം തന്നെ യുനാനിയിലെ പാരമ്പര്യ ചികിത്സകർക്ക് B ക്ലാസ് രജിസ്ട്രേഷൻ അഥവാ RMP, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇത് പലപ്പോഴും കൊൽക്കത്ത പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ട് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിലുള്ള രജിസ്ട്രേഷൻ കേരളത്തിൽ ബാധകമല്ല. ഈ തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ ഉണ്ട്. വിദഗ്ധരായ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ സ്പെഷ്യൽ എഡിഷനിൽ നമുക്ക് അതിഥികളായി എത്തുന്നു. അജിംസ്, കേരളത്തിൽ പ്രചാരം വർദ്ധിക്കുന്ന യുനാനി ചികിത്സാ രീതിയുടെ പേരിൽ വ്യാപക തട്ടിപ്പ്. ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ ഭൂരിഭാഗവും വ്യാജന്മാർ. സർക്കാർ രേഖകൾ പ്രകാരം ചികിത്സിക്കാൻ യോഗ്യതയുള്ളവർ 60-ൽ താഴെ. എന്നാൽ ഡോക്ടർമാരായി രംഗത്തുള്ളവർ 10,000-ലധികം പേർ. മീഡിയ വൺ നടത്തിയ അന്വേഷണത്തിലേക്ക്. യുനാനി മെഡിക്കൽ കോളേജുകൾ കേരളത്തിലില്ല. ആശുപത്രികളും 1-2 മാത്രം. പക്ഷേ ഒരു ഡോക്ടറുടെ സാന്നിധ്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലും യുനാനി മെഡിക്കൽ ഷോപ്പുകൾ തഴച്ചു വളരുന്നു. 100% ഗ്യാരണ്ടി തരുന്ന ചികിത്സയെക്കുറിച്ച് വ്യാപകമായ പരസ്യങ്ങളും. കേരളത്തിലെ യുനാനി ചികിത്സയെക്കുറിച്ച് ഞങ്ങളെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്.
വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ നൽകിയ മറുപടിയിലാണ് യുനാനി ചികിത്സ നടത്താൻ യോഗ്യരായവർ 60ഓളം പേർ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തെമ്പാടും യുനാനി ഡോക്ടർമാരുടെ ബോർഡുകൾ ധാരാളം. മലപ്പുറം ജില്ലയിൽ മാത്രം 5000-ലധികം ഡോക്ടർമാരുണ്ടെന്നാണ് ഏകദേശ കണക്ക്. നാഡീ തളർച്ച, ബലഹീനത, ധാതുക്ഷയം, സ്വപ്നസ്ഖലനം, തൃപ്തിയില്ലായ്മ, അർശസ്, ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾക്കാണ് യോഗ്യതയില്ലാത്ത ഡോക്ടർമാരുടെ പ്രധാന ചികിത്സ. ഏത് വൈദ്യശാസ്ത്ര മേഖലയിലാണെങ്കിലും ചികിത്സിക്കുന്നതിന് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. രജിസ്ട്രേഷനില്ലാത്തവർ മരുന്ന് കുറിച്ചു കൊടുക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഒരേ പേരിൽ തന്നെ വ്യത്യസ്ത വ്യക്തികൾ വിവിധ സ്ഥലങ്ങളിൽ ചികിത്സ നടത്തുന്ന രീതിയുമുണ്ട്. ഞാൻ +2 വരെ പഠിച്ചോ. പിന്നെ ഇതിൽ കയറി. ഇപ്പൊ എന്റെ 30 വയസ്സായി. 30 വയസ്സായി. എവിടുത്തെ മാത്രം മതി. വേറെ എവിടെ ഇല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ +2 വരെ പഠിച്ചവർ പോലും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. സ്ത്രീകളടക്കം ഇവരുടെ അടുത്ത് ചികിത്സയ്ക്കെത്തുന്നു. മീഡിയ 1 കോഴിക്കോട്. യുനാനി രംഗത്തെ വ്യാജ ഡോക്ടർമാരെ കാണണമെങ്കിൽ വലിയ കൺസൾട്ടേഷൻ ഫീസ് നൽകണം. മരുന്നുകൾക്കാണെങ്കിൽ പൊള്ളുന്ന വില. ഈ വിലയ്ക്ക് നൽകുന്നത് ആയുർവേദ മരുന്നുകളും നിരോധിത മരുന്നുകളും. മരുന്നുകൾക്ക് ലേബലോ ബില്ലോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് കോഴിക്കോട് ജാഫർഖാൻ കോളനിയിലെ റോയ് മെഡിക്കൽ ഹാൾ. ഡോക്ടർ ഷാഹിദ് അഹമ്മദ് റോയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ നൽകിയ രജിസ്റ്റേർഡ് ഡോക്ടർമാരുടെ പട്ടികയിൽ ഇദ്ദേഹമില്ല. രോഗികളാരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറാകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ രോഗിയായി അഭിനയിക്കേണ്ടി വന്നു. ഡോക്ടറെ കാണാനുള്ള ഫീസ് 500 രൂപ. 4 മാസം മരുന്ന് കഴിക്കണമെന്ന് നിർദ്ദേശിച്ചു. 2 മാസത്തേക്കുള്ള മരുന്നിന് വില 10,280 രൂപ. 1000 രൂപ മുൻകൂർ വാങ്ങി. മരുന്നുകളുടെ പേര് കുറിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. ഇവിടെ നിർമ്മിക്കുന്നതാണെന്നും പുറത്തേക്ക് കുറിച്ചു നൽകാനാവില്ലെന്നും മറുപടി. പിന്നീട് സന്ദർശിച്ചപ്പോൾ മരുന്നിന്റെ വില പറഞ്ഞുറപ്പിച്ചത് ഇങ്ങനെ. ഇത് 1 മാസത്തേക്ക് വാങ്ങാൻ കഴിയോ? മിനിമം 2 മാസം. പിന്നെ കാശുപുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കുറച്ച് കിട്ടില്ല. 2 മാസം റെഡിയാക്കി. അത് 1 മാസത്തേക്ക് നമുക്ക് പിന്നെ സാവകാശം സംഘടിപ്പിച്ചാൽ മതിയല്ലോ. 1 മാസത്തേക്ക് റെഡിയാക്കാൻ പറ്റില്ല. 1 മാസത്തേക്ക് ആക്കിയാല് ആ ചാർജ്, മരുന്നിന്റെ ചാർജ് ഇത് 2 മാസത്തിനാണ് 10,280. ആ മരുന്നാണിത്. SROI നൽകിയ മരുന്നുമായി ഞങ്ങൾ നേരെ പോയത് പട്ടാമ്പിയിലെ മെഡിസിന യുനാനി ഹോസ്പിറ്റലിലെ ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ അടുത്തേക്കാണ്. ഇതിൽ 2 എണ്ണം പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് പലപ്പോഴും വളരെ കടുത്ത കയ്പ് രുചിയാണ് ഇതിനുള്ളത്. വിപണിയിൽ ലഭ്യമായ അലോപ്പതി മരുന്നുകൾ, സിൽഡനാഫിൽ സിട്രേറ്റ് പോലെയുള്ള വിഗർ വൈറ്റലിറ്റിക്കുള്ള അലോപ്പതി മരുന്നുകളിലാണ് ഇത്തരം അതിന്റെ ഒരു രുചിക്ക് സാമ്യതയുണ്ട്. യുനാനിയിൽ എന്തായാലും ഈ ഇത്തരം അഫ്രോഡിസിയാക്ക് മരുന്നുകളിൽ മുക്കവിബ എന്നാണ് യുനാനിൽ പറയുന്നത്, വളരെ കയ്പ് രുചി ഉണ്ടാവില്ല. ഡോക്ടർ ഷാഹിദ് അഹമ്മദ് റോയ് നൽകിയതിൽ 1 മാത്രമാണ് യുനാനി മരുന്ന്. അതിന് വില 100 രൂപയിൽ താഴെ. പ്രശസ്തമായ ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് അവശേഷിക്കുന്ന 4. എല്ലാറ്റിനും കൂടി 800 രൂപയിൽ താഴെ. ഇതിനാണ് 10,000-ലധികം രൂപ വാങ്ങുന്നത്. ഈ മരുന്നുകൾ നിർമ്മിക്കുന്നത് SROIയുടെ ഭാര്യ സബിത റോയിയാണെന്ന് വെബ്സൈറ്റ് പറയുന്നു. ദീർഘകാലമായി മരുന്ന് നിർമ്മിച്ച് പാരമ്പര്യമുണ്ടെന്നതാണ് സബിത റോയിയുടെ യോഗ്യതയായി പറയുന്നത്. മീഡിയ 1 കോഴിക്കോട്. സംസ്ഥാനത്ത് പാരമ്പര്യ വൈദ്യത്തിന്റെ പേരിലും യുനാനി ചികിത്സാ തട്ടിപ്പ്. പാരമ്പര്യ വൈദ്യരാണെന്ന് പറഞ്ഞ് നിരവധി പേരാണ് ചികിത്സ നടത്തുന്നത്. ഗ്രാമങ്ങളിൽ പോലും ഇത്തരം ചികിത്സ വ്യാപകമാണ്. സെൻട്രൽ കൌൺസിൽ ഫോർ ഇന്ത്യൻ മെഡിസിന്റെ അംഗീകാരമുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്കാണ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ രജിസ്ട്രേഷൻ നൽകുക. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞെന്ന് അവകാശപ്പെട്ട് വ്യാജ രജിസ്ട്രേഷൻ നേടുന്നവരുമുണ്ട്. പാരമ്പര്യ വൈദ്യന്മാർക്കും ചികിത്സിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. B ക്ലാസ് രജിസ്ട്രേഷൻ എന്നാണ് ഇത് അറിയപ്പെടുക. കേരളത്തിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തവർ 19. 1961 ശേഷം ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നൽകിയിട്ടില്ല. അന്ന് രജിസ്റ്റർ ചെയ്തവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ കുറവ്. മുത്തച്ഛന്റെയും അച്ഛന്റെയും പേരിലുള്ള രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. യോഗ്യതയില്ലാതെ ചികിത്സ നടത്തുന്നവരാണെങ്കിലും അവാർഡുകൾക്കും ആദരവുകൾക്കും ഒരു കുറവുമില്ല. കോഴിക്കോട്ടെ SROIക്കും തിരുവനന്തപുരത്തെ MS സർക്കാരിനും SK സർക്കാരിനുമൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അവാർഡ് ആര് നൽകുന്നു എന്നത് അജ്ഞാതമാണ്. 20,000-ലധികമാണ് കേരളത്തിലെ വ്യാജ യുനാനി ഡോക്ടർമാരുടെ എണ്ണം.
ഒരു വർഷം 7 കോടി രൂപയിലധികം യുനാനി മരുന്നുകളും ചെലവാകുന്നു. യുനാനിയുടെ പേരുകളിൽ ചെലവാകുന്ന മരുന്നുകൾ വേറെയും. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ കോഴിക്കോട് നിന്നും നജാത്തുള്ള മീഡിയ 1. സംസ്ഥാനത്ത് 60-ൽ താഴെ യുനാനി ഡോക്ടർമാരാണ് ഉള്ളത്. 7 കോടിയിലധികം രൂപയുടെ മരുന്നുകളാണ് കേരളത്തിൽ വിൽപ്പന നടക്കുന്നത്. ഹെർമസ്, ഹംദർദ്, സിംല ഫാർമസി, റെക്സ് റെമഡീസ് എന്നിവയാണ് കേരളത്തിൽ മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ. ഒരു ഡോക്ടർ ഒരു മാസത്തിൽ ശരാശരി 30,000 രൂപയിൽ താഴെ രൂപയ്ക്കുള്ള മരുന്നുകളെ നിർദ്ദേശിക്കാറുള്ളൂ. സമീപത്ത് ഡോക്ടർമാരില്ലാത്ത മരുന്ന് ഷോപ്പിൽ പോലും 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ വിൽപ്പന നടത്തുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന നിരവധി പേർ ഇത്തരക്കാരുടെ അടുത്ത് ചികിത്സ തേടിയെത്തുന്നുണ്ട്. മരുന്ന് വിമാനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ബില്ല് നിർബന്ധമാണ്. ബില്ലില്ലാതെ മരുന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന് ഡോക്ടർ ഷാഹിദ് അഹമ്മദ് റോയ് തന്നെ പറഞ്ഞു തന്നു. ഒരാൾക്ക് 3 മാസത്തിന്റെ മരുന്ന് സ്വന്തം ആവശ്യത്തിന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊണ്ടുപോകാം. 3 മാസത്തേക്ക് അപ് ടു 90 ഡേയ്സ് 90 ദിവസത്തിൽ മരുന്നുകൾ കൊണ്ടുപോകാം. ഇത്ര ചെറിയ മരുന്നൊന്നും ആ കണ്ടുപിടിക്കില്ല. മെയിൻ ലഗേജിൽ വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങള് ബൈ ചാൻസ് ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് നോക്കിയാലും നിങ്ങൾ അവിടെ വെപ്രാളാവരുത്. നിങ്ങൾ ടെൻഷൻ ആകുമ്പോൾ അവർക്ക് സംശയം തോന്നും. യുനാനി മേഖലയിലെ വൻ തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്കെടുക്കുകയാണ്. ചർച്ച ചെയ്യാനായി ഡോക്ടർ അനീസ്, അദ്ദേഹം ഗവൺമെന്റ് യുനാനി ഡോക്ടറാണ്, എറണാകുളം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ വേണുഗോപാൽ, അദ്ദേഹം റിട്ടയർഡ് ആയുർവേദ ഡ്രഗ്സ് കൺട്രോൾ വിംഗ് വിദഗ്ധ സമിതി അംഗമാണ്, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ഡോക്ടർ അബ്ദുൾ വഹാബ്, അദ്ദേഹം സ്വകാര്യ യുനാനി ഡോക്ടറാണ്. അബ്ദുൾ വഹാബ് ടെലിഫോൺ ലൈനിലും ഉണ്ട്. ആദ്യം ഡോക്ടർ അബ്ദുൾ വഹാബ്, താങ്കൾ ഒരു സ്വകാര്യ യുനാനി പ്രാക്ടീഷണറാണ്. താങ്കൾ അംഗീകൃതനായ ഒരു ഡോക്ടറാണ് എന്ന് തെളിയിക്കാനുള്ള എന്തൊക്കെ രേഖകൾ താങ്കളുടെ കയ്യിലുണ്ട്? താങ്കൾ ഒരു വ്യാജനല്ല എന്ന് എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും? ഒരു കേരളത്തിൽ യുനാനി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, യുനാനി എന്നല്ല ഏതൊരു വൈദ്യശാസ്ത്രവും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അത് എ ക്ലാസ് രജിസ്ട്രേഷൻ ഉള്ള ഒരു കേരളത്തിലുള്ള എല്ലാ ഗ്രാജുവേറ്റ്സും, യുനാനി ഗ്രാജുവേറ്റ്സിനും എ ക്ലാസ് രജിസ്ട്രേഷനാണ് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ ലഭിക്കുന്നത്. അതാണ് അടിസ്ഥാനപരമായിട്ട് ഒരു ചികിത്സിക്കാൻ യോഗ്യതയുള്ള ഒരാളാണ് എന്ന് തെളിയിക്കുന്ന രേഖ. ഡോക്ടർ അനീസ്, കേരളത്തിൽ യുനാനിയുടെ മറവിൽ വ്യാജ ചികിത്സ നടത്തുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാർ ഉണ്ട് എന്ന ഞങ്ങളുടെ റിപ്പോർട്ട് താങ്കൾ ശരിവെക്കുന്നുണ്ടോ? താങ്കൾക്ക് ഈ വിവരങ്ങൾ അറിയാമായിരുന്നു? ഈ വിവരങ്ങൾ നേരത്തെ തന്നെ എനിക്കറിയാമായിരുന്നു. 1000-ൽ പരം ഡോക്ടർമാരല്ല, 1000-ൽ പരം തട്ടിപ്പുകാരാണ് ഈ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഡോക്ടർ എന്ന പേര് പോലും വെക്കാൻ അധികാരമില്ലാത്ത, അർഹതയില്ലാത്ത ഈ ചികിത്സകർ, ഇവർ ജനങ്ങളുടെ സാമ്പത്തികമായും അവരെ മതപരമായ പല ലക്ഷ്യം അവർ അത് ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെ സ്വാധീനിക്കുകയും ഇവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വെറും 100 രൂപ തൊട്ട് 1000 രൂപ വരെയുള്ള മരുന്നുകൾ 10,000-നും 20,000-നും രൂപയ്ക്കാണ് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞ് ഇവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മരുന്നുകളുടെയൊക്കെ പേര് യുനാനി എന്ന പേരിലും മതപരമായും അതുപോലെ തന്നെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുള്ള ആളുകളെയും ഇത്തരത്തിൽ ചൂഷണം ചെയ്ത് വഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ തട്ടിപ്പ് നേരത്തെ തന്നെ നമുക്ക് ബോധ്യമായിരുന്നു. വ്യത്യസ്ത RTIകൾ വഴികൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴിയും നമ്മൾ ഇവരുടെയൊക്കെ പേരിൽ ഇത്രയധികം ചികിത്സാ തട്ടിപ്പുകളെ പറ്റി. ഡോക്ടർ അനീസ്, വ്യക്തമായ യോഗ്യതകളില്ലാത്ത ആളുകൾക്ക് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നുണ്ടോ സംസ്ഥാനത്ത്? ഒരിക്കലും ലഭിക്കുകയില്ല. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ഇങ്ങനെയുള്ള യാതൊരു ചികിത്സകർക്കും യാതൊരുവിധ അംഗീകാരവും ലഭിച്ചിട്ടില്ല. 1961 മുമ്പ് TCMCയിൽ രജിസ്റ്റർ ചെയ്ത ചില B ക്ലാസ് രജിസ്റ്റേർഡ് ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത്. അവരിൽ മിക്ക ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എല്ലാ ആളുകൾക്കും അവരുടെ രേഖ പരിശോധിച്ച് നോക്കിയാൽ ഒരു 90 വയസ്സിന്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ചികിത്സകരെന്നറിയപ്പെടുന്നത് ഇവരുടെ ഇതേ പേര് ഉപയോഗിക്കുന്ന ഇവരുടെ പേരമക്കളോ അവരുടെ പേരമക്കളുടെ മക്കളോ ഒക്കെ തന്നെയാണ്. തിരിച്ചു വരാം. ഡോക്ടർ വേണുഗോപാൽ, കേരളത്തിലുടനീളം ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ആയിരക്കണക്കിന് വ്യാജ യുനാനി ഡോക്ടർമാർ ചികിത്സ നടത്തുകയും മരുന്ന് എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന വിവരങ്ങൾ ദൃശ്യങ്ങൾ സഹിതം, തെളിവുകൾ സഹിതം പുറത്തുവരുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത, അത് വേണ്ട രീതിയിൽ പ്രവർത്തനക്ഷമമല്ലാതിരുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള വ്യാജ ഡോക്ടർമാർ കേരളത്തിൽ വിലസുന്നത്? ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇനി സാധ്യമാവുക? എന്താണ് താങ്കളുടെ അഭിപ്രായം? 100% ശരിയാണിത്.
കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് വേണം. അത് കേരളത്തിൽ ഒരു പൊതുവെ ഒരു മെഡിക്കൽ ബില്ല് ഇതുവരെ പാസ്സായിട്ടില്ല. അത് ചൂഷണം ചെയ്യുകയാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തിരുക്കൊച്ചിയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന ഒരു നിയമമാണ് ഇപ്പം ഉള്ളത്. അത് മലബാർ സൈഡിലും ബാധകമാണ്. മലബാർ പണ്ട് മദ്രാസ് പ്രൊവിൻഷ്യലായിരുന്നപ്പോൾ ഇത് മദ്രാസ് സ്റ്റേറ്റിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലായപ്പോൾ ഇവിടെ മദ്രാസിന്റെ നിയമം മാറി കേരളത്തിന്റെ നിയമം ആവുകയും തിരുവിതാംകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ നിയമം എല്ലാവർക്കും കീഴിൽ വരുന്നതാണ്. അപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരാളിനും ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദനീയമല്ല. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് സിദ്ധ ഹോമിയോക്കാർക്ക് ബി ക്ലാസ് മലബാർ സൈഡിലുള്ളവർക്ക് ബി ക്ലാസ് രജിസ്ട്രേഷൻ കൊടുക്കാൻ ഒരു നീക്കം നടത്തി. അത് ആയുർവേദ അസോസിയേഷന്റെ സമയമായ ഇടപെടൽ മൂലം അത് കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു. യുനാനി മേഖലയിലെ പാരമ്പര്യ വൈദ്യന്മാർക്ക് ബി ക്ലാസ് രജിസ്ട്രേഷൻ അനുവദനീയമാണ്. പക്ഷെ അത് 1961 ശേഷം നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ചെറുപ്പക്കാരായ ആളുകൾ അവർ സ്വയം വിളിച്ചെത്തു വരികയാണ് അവരുടെ തട്ടിപ്പ്. ആർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിലും ഏത് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യണമെങ്കിലും തിരുവിതാംകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം വേണം. അതല്ലാതെ ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ അധികാരമില്ല. പക്ഷേ ഇവിടെ നിയമം ശരിയല്ല. ഇതൊരു ചീറ്റിംഗ് കേസ് മാത്രമേ എടുക്കാൻ ഒക്കുള്ളൂ. ആളെ ചീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതും ശിക്ഷ വളരെ കുറവാണ്, 500 രൂപ. ഡോക്ടർ വേണുഗോപാൽ തിരിച്ചെത്താം. വീണ്ടും ഞങ്ങളുടെ പ്രതിനിധി നജാത്തുള്ളയിലേക്ക്. നജാത്തുള്ള, നമ്മൾ സമീപിച്ച ഇത്തരത്തിലുള്ള പാരമ്പര്യ വൈദ്യന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് ചികിത്സ നടത്തുന്നവർ എന്ത് തെളിവുകളാണ് അവരുടെ യോഗ്യതയ്ക്ക് അടിസ്ഥാനമായി നമ്മളെ കാണിച്ചിട്ടുള്ളത്? അജിംസ്, നമ്മൾ ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാരുടെ അടുത്ത് പോവുകയുണ്ടായി. അവരെല്ലാവരും പറയുന്നത് കാലങ്ങളായി കുടുംബപരമായി ഞങ്ങൾ ഞങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് ചികിത്സിക്കുന്നത് എന്നാണ്. അതിനുള്ള ഒരുപാട് തെളിവുകളും അവർ പറയുകയുണ്ടായി. പഴയ കാലത്ത് അവരുടെ അച്ഛന്മാരും ഒക്കെ ചികിത്സിച്ചതിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. പക്ഷെ അതേസമയം അവർക്ക് ശേഷം വന്ന ഇവരുടെ മക്കളായ ആളുകൾക്ക് യുനാനിയുമായി കാര്യമായ ബന്ധമോ അല്ലെങ്കിൽ ചികിത്സിക്കുന്നതിന് ആവശ്യമായ രജിസ്ട്രേഷൻ രേഖകളോ ഒന്നുമില്ല. അവർ ചികിത്സിക്കുന്നതാകട്ടെ സാധാരണഗതിയിൽ വിപണിയിൽ ലഭിക്കുന്ന യുനാനി മരുന്നുകളെക്കാൾ 10 മടങ്ങ് ചിലവ് വരുന്ന ചികിത്സാ രീതികളാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കാര്യങ്ങൾ വളരെ അടുത്തടുത്ത് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവർ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് പാരമ്പര്യ വൈദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചത്. ഡോക്ടർ വേണുഗോപാലിലേക്ക്. ഡോക്ടർ വേണുഗോപാൽ, ഈ പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്നത്, പാരമ്പര്യ വൈദ്യന്മാർ എന്ന് പറയുന്നത് പിന്നോക്ക മേഖലകളിലെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു ബദൽ ചികിത്സാ മാർഗമാണ്. അവർക്കല്ലെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമാണ് പലപ്പോഴും പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്നത്. അവരുടെ സംരക്ഷണം കൂടി സർക്കാരിന്റെ ബാധ്യതയാവേണ്ടതല്ലേ? കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, അലോപ്പതി ഡിസ്പെൻസറി എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും 1ഉം 2ഉം വീതം ഡിസ്പെൻസറി. കേരളത്തിലുള്ളതുപോലെ ചികിത്സാ സൗകര്യമുള്ള ഒരു സംസ്ഥാനം വേറൊരിടത്തുമില്ല. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരാൾ ബാർ കൗൺസിൽ അഡ്വക്കേറ്റ് ആയ അയാളുടെ മകന് പാരമ്പര്യമായിട്ട് അയാൾക്ക് അഡ്വക്കേറ്റ് ആകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു MBBS എടുത്ത ഒരാളുടെ മകനോ അല്ലെങ്കിൽ എന്റെ അച്ഛൻ MBBS കാരനാണ് അല്ലെങ്കിൽ അലോപ്പതിയാണ്, അതുകൊണ്ട് എനിക്ക് അലോപ്പതി ചെയ്യണം എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ആയുർവേദത്തിനോ ഹോമിയോയ്ക്കും സിദ്ധത്തിനും ഉള്ളത് ചികിത്സാ സ്ഥല പരിമിതികളുണ്ടല്ല, എല്ലാ സ്ഥലത്തും ചികിത്സകളുണ്ട്. ഇത് പിന്നീട് ചില ബാക്ക്വേർഡ് ജില്ലകളായ സ്ഥലത്ത് ചില പ്രത്യേക തരത്തിലെ മതവിശ്വാസത്തിന്റെ പേരിലാണ് യുനാനി തട്ടിപ്പ് നടത്തുന്നത്. ഡോക്ടർ അനീസ്, താങ്കൾ ഒരു ഗവൺമെന്റ് യുനാനി ഡോക്ടറാണ്. താങ്കളെ പോലെ തന്നെ എന്നാൽ മതിയായ രേഖകളില്ലാത്ത, മതിയായ യോഗ്യതകളില്ലാത്ത നിരവധി പേർ യുനാനി ചികിത്സ നടത്തുന്നുണ്ട്, മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഈ മരുന്നുകളുടെ മറ്റ് വിവരങ്ങൾ, അതായത് അതിലെ മരുന്നിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ രോഗിക്ക് അറിയാൻ കഴിയുന്നില്ല. ഇത് യുനാനിയുടെ ചികിത്സയുടെ തന്നെ ഒരു ഭാഗമാണോ? അതാണോ ഇതിന്റെ ഒരു സമ്പ്രദായം? അതോ എങ്ങനെയാണ് ഒരു വ്യാജ യുനാനി ഡോക്ടറെ അവരെ കാണാൻ ചെല്ലുന്ന ആൾക്ക് തിരിച്ചറിയാൻ കഴിയുക? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ വ്യാജനാണെന്ന്? ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയത്തിൽ തന്നെ ആദ്യം ഒരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ നമ്മുടെ ഒരിക്കലും കേരളത്തിൽ പാരമ്പര്യമായി യുനാനി ചികിത്സകർ വരില്ല. കാരണം യുനാനി എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്ന് ഉടലെടുത്ത ഒരു വൈദ്യശാസ്ത്രമാണ്. ഈ വൈദ്യശാസ്ത്രം ഒരിക്കലും ഇതിന്റെ ഗ്രീക്ക് പിൻഗാമികൾ ആരും തന്നെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. ഗ്രീക്ക് പിൻഗാമികളുണ്ടെങ്കിലേ നമുക്കൊരിക്കലും ഒരു യുനാനിയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തത്. രണ്ടാമത്തെ, താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ നമുക്കൊരു ഡോക്ടറാണോ അല്ലേ എന്ന് തെളിയിക്കാൻ ഇപ്പോൾ നേരത്തെ TCMCയുടെ
അംഗീകാരവും അതുപോലെ BUMS ഡിഗ്രിയും കാണിക്കാം. അതോടൊപ്പം ഒരു ഡോക്ടർക്ക് വളരെ വ്യക്തമായ ഒരുപാട് ഇപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മരുന്നുകൾ, അതിന്മേലുള്ള ലേബൽ, അതിന്റെ എണ്ണം, അതിന്റെ തുക, അതിന്റെ ബില്ല് വ്യക്തമാക്കുന്നതിൽ ഒരു ഡോക്ടർക്ക് യാതൊരു തടസ്സവുമില്ല. മാത്രവുമല്ല ഒരു ഡോക്ടർക്ക് അയാളുടെ പ്രിസ്ക്രിപ്ഷൻ പാഡ് അത് ചെറിയ ഒരു വിസിറ്റിംഗ് കാർഡിന്റെ സൈഡിൽ മാർക്ക് ചെയ്ത് പ്രത്യേക കോഡുകൾ രേഖപ്പെടുത്തുകയല്ല, പൂർണ്ണമായി എന്ത് മരുന്നാണ് ഞാൻ ഇയാൾക്ക് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് അയാളുടെ സ്വന്തം പ്രിസ്ക്രിപ്ഷൻ പാഡിൽ എഴുതാൻ സാധിക്കണം. ഇതൊന്നും എഴുതാൻ സാധിക്കാതെ വല്ല ചെറിയ കോഡും ഭാഷകളിൽ ചെറിയ വിസിറ്റിംഗ് കാർഡിൽ മാത്രം കോപ്പി ചെയ്ത് പ്രത്യേക അടയാളപ്പെടുത്തി കൊടുക്കുന്നതൊന്നും അതൊക്കെ ചികിത്സകരെന്ന പേരിൽ നടക്കുന്ന വ്യാജ ചികിത്സകരാണെന്നുള്ളതിന്റെ തെളിവാണ്. മാത്രമല്ല ഇവർ നൽകുന്ന മരുന്നുകൾക്ക് ബില്ലോ അതിന്മേൽ ലേബലോ അതിന് എത്ര എണ്ണമുണ്ടെന്നോ അതിനെത്ര തുകയുണ്ടെന്നോ യാതൊരു പേരും ഒന്നും ഉണ്ടാവില്ല. അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഒന്നും ഉണ്ടാവില്ല. ഡോക്ടർ അനീസ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യുനാനി കോളേജുകൾ വ്യാപകമായി നിലവിലുണ്ട്. അതേസമയം കേരളത്തിൽ യുനാനി മെഡിസിൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തീരെയില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പെരുകാൻ ഇത് ഒരു കാരണമല്ലേ? ചെറിയ രീതിയിലൊരു കാരണമാണിത്. കാരണം ആയുർവേദം നമ്മൾ പഠിക്കുമ്പോൾ ആയുർവേദം എന്നുള്ളത് പഠിക്കണമെങ്കിൽ സംസ്കൃത് എന്ന ഭാഷ എത്രത്തോളം അനിവാര്യമാണ്. ഇതുപോലെ തന്നെ യുനാനി വൈദ്യശാസ്ത്രം പഠിക്കാൻ ഉറുദു ഭാഷ അനിവാര്യമാണ്. ഈ ഉറുദു ഭാഷയിലുള്ള പരിജ്ഞാനം കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ കുറവായതുകൊണ്ടാണ് പ്രധാനമായും കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോലും ഇത്രയും വൈകിയത്. ഇപ്പോൾ 1-2 മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് വ്യത്യസ്ത. സർക്കാരും ഇതിൽ തീർച്ചയായും ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട്. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേരളത്തിൽ യുനാനിക്ക് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് ഒരിക്കൽ കൂടി നജാത്തുള്ള, നമ്മുടെ അന്വേഷണത്തിൽ ഇതിന്റെ മരുന്നുകൾ വളരെ വില കൂടിയ മരുന്നുകളാണ് യുനാനി ചികിത്സകർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ മരുന്നുകളുടെ കാര്യത്തിൽ, അതിന്റെ വിൽപ്പനയുടെ കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് വിപണിയിൽ, എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഗോപി, മുഖ്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യുനാനി മരുന്നുകൾ എന്ന പേരിൽ പലപ്പോഴും രോഗികൾക്ക് നൽകുന്നത് യുനാനി മരുന്നുകൾ അല്ല എന്നതാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളൊരു പ്രത്യേക രോഗം പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് അദ്ദേഹം 10,280 രൂപയുടെ മരുന്ന് നൽകുകയും ചെയ്തു. ഈ 10,280 രൂപയുടെ മരുന്നുമായി ഞങ്ങൾ മറ്റൊരു ഒറിജിനൽ യുനാനി ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് യുനാനി മരുന്നായിട്ടുണ്ടായിരുന്നത്. മറ്റ് 4 മരുന്നുകളും ആയുർവേദ മരുന്നുകളായിരുന്നു. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ആയുർവേദ കമ്പനി പുറത്തിറക്കുന്ന മരുന്നുകളായിരുന്നു. ഇവയുടെ വിലയാവട്ടെ വളരെ 30 ഇരട്ടി വരെ വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ ഞങ്ങൾക്ക് നൽകിയത്. കേവലം 1 രൂപ 41 പൈസ മാത്രം വിലയുള്ള ഒരു ക്യാപ്സ്യൂളിന് വളരെ വലിയ പൈസ ഈടാക്കുന്നു. അതായത് 800 രൂപ അല്ലെങ്കിൽ 1000 രൂപയിൽ താഴെ മാത്രം വരാവുന്ന 2 മാസത്തേക്കുള്ള മരുന്ന് 10,280 രൂപക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാകാവുന്നതാണ്. ഗോപി, ഡോക്ടർ അബ്ദുൽ വഹാബ്, യഥാർത്ഥത്തിൽ വില കൂടിയ മരുന്നുകളാണോ യുനാനിയിലുള്ളത്? വില കൂടിയ മരുന്നുകളല്ല. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സെക്ഷൽ പൊട്ടൻസി അല്ലെങ്കിൽ അഫ്രോഡിസിയാക് എന്ന കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകൾ ഏറ്റവും യുനാനിൽ പറയുന്നത് അതിന്റെ ഏറ്റവും നല്ല ഹെർബൽ മെഡിസിൻ എന്ന് പറയുന്നത് സഫേദ് മുസ്ലിയാണ്. അതിന് ഹെർബൽ വയാഗ്ര എന്ന് കൂടി ഒരു അപരനാമമുണ്ട്. ഈ സഫേദ് മുസ്ലിയുടെ ഇന്ത്യയിലെ വില കിലോഗ്രാമിന് 1000 രൂപീസാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു 500 mg ക്യാപ്സ്യൂളിലേക്ക് വരുമ്പോൾ എത്രമാത്രം ആയിരിക്കും അതിന്റെ വില ഉണ്ടാവുക? അത് ഊഹിച്ചാൽ മതിയല്ലോ. അപ്പൊ അത്തരം ഒരു രൂപയിൽ താഴെ വില വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ഒരു ഗുളികയ്ക്ക് ഇത്രയും അതിന്റെയൊക്കെ 100ഉം 200ഉം ഇരട്ടി അതിലധികം വില ഈടാക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കാലോ. ജനങ്ങളെ ശുദ്ധമായ ഒരു വഞ്ചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അബ്ദുൽ വഹാബ്, ആയുർവേദം പോലെ തന്നെ യുനാനി ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് കടന്നു വന്നതാണ്. ആയുർവേദം ഇന്ത്യയിൽ തന്നെ ഉടലെടുത്ത ഒരു സാംസ്കാരിക രീതിയാണ്, ഒരു സാംസ്കാരിക ചികിത്സാ രീതിയാണ്. പക്ഷേ യുനാനി ക്ലിനിക്കുകൾ എന്നറിയപ്പെടുന്നവ മിക്കവാറും ഇത്തരത്തിലുള്ള ലൈംഗിക ചികിത്സയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്ന ഒരു മേഖലയാണത്. കാരണം എനിക്ക് അല്പം പോരായ്മയുണ്ട് എന്ന് പുറത്തു പറയാൻ ആരും മടിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ പോയി വഞ്ചിക്കപ്പെട്ട ആളുകൾ ഒരിക്കലും അത് പുറത്തു പറയില്ല. ഞാനിങ്ങനെ തട്ടിപ്പിനിരയായി എന്ന കാര്യം പുറത്തു പറയില്ല. അതാണ് അതിന്റെ ഒരു വസ്തുത. ഇപ്പൊ കൊല്ലം ജില്ലയിലുള്ള ഞങ്ങൾ കേരള യുനാനി മെഡിക്കൽ അസോസിയേഷന്റെ ഒരു മിഷന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലുള്ള ഒരു യുനാനി പാരമ്പര്യ ചികിത്സകൻ എന്നറിയപ്പെടുന്ന ഒരു ആളെ ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറയും, ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ചികിത്സിക്കാനുള്ള എന്താണ് അധികാരമുള്ളത്, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ വല്യപ്പാക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ഇതിലാണ് ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നാണ്. അപ്പോൾ വളരെ ഇത് ശരിക്കും അന്വേഷണം ചെന്നെത്താത്തതിന്റെ ഒരു പരിണിത ഫലമാണ്. അന്വേഷണത്തിന്റെ ദിശ ഇത്തരം ആളുകളിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ഇത്തരം ആളുകൾ നിർത്തിപ്പോയിക്കോളും. ഡോക്ടർ വേണുഗോപാൽ, ഈ വ്യാജ ഡോക്ടർമാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ, അവരുടെ ഈ വ്യാജ ചികിത്സ തടയാൻ, ജനങ്ങളെ രക്ഷിക്കാൻ, ഇതിലെ യഥാർത്ഥ ഡോക്ടർമാരെ സംരക്ഷിക്കാൻ ഏതു തരത്തിലാണ് ഇനി സർക്കാർ ഇടപെടേണ്ടത്? എന്താണ് നിലവിലുള്ള സർക്കാർ സംവിധാനം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ചീറ്റിംഗ് കേസ് മാത്രമേ എടുക്കാൻ നിവൃത്തിയുള്ളൂ. ഇത് പിന്നോക്ക ജില്ലകൾ, 1-2 ജില്ലകളിലെ ചില സമുദായത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇതുപോലുള്ള ചികിത്സയ്ക്ക് പോകുന്നുള്ളൂ. അതും ഈ പറഞ്ഞ പുറത്തു പറയാൻ പറ്റാത്ത അസുഖങ്ങൾ, സെക്ഷൽ ആയിട്ടുള്ള വീക്ക്നെസ്സിനുള്ള മരുന്നുകൾ, അതുപോലെ ശീകരസ്ഖലനം, അങ്ങനെയുള്ള അതിനുവേണ്ടിയാണ് പോകുന്നത്. എത്ര രൂപ കൊടുത്ത് മരുന്ന് വാങ്ങാൻ തയ്യാറാണ്. കാരണം അസുഖം കുറഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ പുറത്തു പറയൂല. നേരത്തെ പറഞ്ഞ സഫേദ് മുസലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന നിലപ്പനയാണ്. അത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, നിലപ്പന കിഴങ്ങാണ്. നിലപ്പന കിഴങ്ങ് മാത്രമല്ല, ഉഴുന്ന് പരിപ്പായിരുന്നാലും ഉഴുന്നായിരുന്നാലും നായ്ക്കുരുന്ന പരിപ്പായിരുന്നാലും വെറും ഉഴുന്നിന്റെ പരിപ്പ് പൊടിച്ചു കൊടുത്ത് ഈ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നുണ്ട്. ഗുളിയ രൂപത്തിൽ ഉരുട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഫെമിപ്ലക്സ് എന്നുണ്ട്, ആയുർവേദത്തിലുള്ള ഗുളിയുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെള്ളി നിറത്തിലുള്ള ഗുളിയാണ്. ഇത് കോസ്റ്റ്ലി ആയിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ ചൂഷണം ചെയ്യുക. അപ്പൊ ചൂഷണം ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ബില്ല് ഇവിടെ ഇതുവരെ പാസ്സായിട്ടില്ല. കേരളത്തിൽ ഒരു മെഡിക്കൽ ബില്ല് പാസ്സായിട്ടില്ല. ആ മെഡിക്കൽ ബില്ല് പാസ്സായാൽ മാത്രമേ ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ നിർവാഹമുള്ളൂ. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആളിനെ സൃഷ്ടിക്കാൻ വേണ്ടി കോളേജുകൾ തുടങ്ങണം. യുനാനി പഠിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ യുനാനി പഠിക്കണം. ഇപ്പൊ കേരളത്തിൽ തന്നെ ആയുർവേദ കോളേജ് 20-22 ഡോക്ടർ വേണുഗോപാൽ, പഠിക്കാൻ ആളുകളുണ്ട്, ഉപഭോക്താക്കളായി രോഗികൾ ധാരാളമുണ്ട്, എന്നിട്ടും കോളേജുകൾ തുടങ്ങുന്നില്ല. അതേസമയം തന്നെ ഇത്തരം തട്ടിപ്പുകൾ അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല. സർക്കാരിന്റെ ഭാഗത്ത് നടപടി, ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ ഭാഗത്ത് നടപടി എടുക്കാൻ വേണ്ടി തക്കതായ നിയമം കേരളത്തിലില്ല. അതാണ് കാരണം. ഒരു വ്യാജ ഡോക്ടറെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ ചീറ്റിംഗ് കേസ്, അയാൾ പിറ്റേന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു തക്കതായ മെഡിക്കൽ ബില്ല് പാസ്സാവാത്തിടത്തോളം കാലം ഇത് നടക്കുന്നില്ല. എത്രയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടി എത്രയെങ്കിലും വർഷമായിട്ട് കേരളത്തിൽ ഇന്ന് ഒരു മെഡിക്കൽ ബില്ല് പാസ്സായിട്ടില്ല. അതാണ് കാരണം. ഡോക്ടർ അനീസ്, ഒട്ടേറെ പേർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു പറയാൻ മടിക്കുന്ന രോഗങ്ങൾ ഉൾപ്പെടെ അതിനുള്ള ചികിത്സ തേടി യുനാനി ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ട്. പലപ്പോഴും വളരെ വില കൂടിയ മരുന്നുകൾ ഇവർക്ക് നൽകുന്നു. യഥാർത്ഥത്തിൽ ശരിയായ ചികിത്സ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? യഥാർത്ഥ യുനാനി ചികിത്സ ഇവർക്ക് ലഭിക്കുന്നില്ല. നേരത്തെ നമ്മുടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ ബില്ലിന്റെ അപര്യാപ്തത കൂടാതെ ഇവർക്ക് ചികിത്സ ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിയേണ്ടത് ഇവരാണ്. എനിക്ക് ചികിത്സ പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെങ്കിൽ ഇതിനെ പരാതിപ്പെടാനും ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്തോ അതല്ലെങ്കിൽ അതിന്റെ ഉന്നതാധികാരികളുടെ അടുത്തോ പരാതിപ്പെടാൻ ഇവർ തയ്യാറാവണം. ഒരു രോഗി തയ്യാറാവണം. എന്റെ എന്റെ മരുന്നിന്റെ കാശ് പോയി, എന്റെ അസുഖം പുറത്തു പറയേണ്ട എന്ന് കരുതി എന്റെ ഈ ഒരു തട്ടിപ്പിനെ ഒരു നിലക്ക് സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് ശക്തമായി ഈ തട്ടിപ്പിനെതിരെ പ്രതികരിക്കുകയും ഇവർക്കെതിരെ ശക്തമായി പരാതികൾ ജനങ്ങൾ കൊടുത്തു തുടങ്ങുകയും ചെയ്താൽ ഇത്തരം തട്ടിപ്പുകൾ കുറഞ്ഞു തുടങ്ങും. മറ്റൊന്ന്, നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം തന്നെ എത്രയോ ശാസ്ത്ര സാങ്കേതികതയിൽ എത്രയോ പുരോഗമിച്ചതാണ്. പക്ഷേ ഈ ഒരു വൈദ്യശാസ്ത്ര മേഖലയിൽ ഇത്തരം തട്ടിപ്പുകൾ വളരെ വ്യാപകമായി എന്ന് പറഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും പല പേരിലും പല തരത്തിലും തട്ടിപ്പുകൾ ഈ ചികിത്സാ രംഗത്ത് നിലനിൽക്കുമ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്യാനും ഇതിനെതിരെ പ്രതികരിക്കാനും നമ്മൾ ജനങ്ങളുടെ ഒരു പൊതു മനസ്സുകൂടി തയ്യാറാണ്. ഡോക്ടർ അനീസ്, പക്ഷെ കേരളത്തിൽ യുനാനി വൈദ്യം പഠിപ്പിക്കാൻ കോളേജുകളില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം ഒരു അവഗണന? മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കർണാടകയിൽ പോലും ഇത്തരത്തിൽ കോളേജുകളുണ്ട്. പറഞ്ഞു കേരളത്തിൽ കോളേജുകൾ ഇല്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ഭാഷയുടെ പരിജ്ഞാനക്കുറവ് തന്നെയാണ്. എന്നാൽ ഇന്ന് ഏകദേശം 35ഓളം കുട്ടികൾ ഇന്ന് കേരളത്തിന് പുറത്തു പോയിട്ടാണ് ഇപ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാന വർഷവും അതിന്റെ 4ാം വർഷം 3ാം വർഷമായി കേരളത്തിന് പുറത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ധാരാളം പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ സംസാരിച്ച ഡോക്ടറും ഞങ്ങളൊക്കെ കേരളത്തിന് പുറത്തുപോയി മെഡിക്കൽ കോളേജുകളിൽ പോയി പഠിച്ചു വന്നതാണ്. ഇനിയും കേരളത്തിൽ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങാൻ സർക്കാർ മുൻകൈ എടുക്കേണ്ടതാണ്. മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾ പുറത്തുപോയി. ഡോക്ടർ അനീസ്, ഞാനൊന്ന് ഇടപെടട്ടെ. ഈ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് തന്നെ അറിയാം ഒട്ടേറെ വ്യാജ യുനാനി ഡോക്ടർമാർ കേരളത്തിൽ ചികിത്സ നടത്തി വരുന്നുവെന്ന്. ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽ താങ്കൾ പെടുത്താതിരുന്നത്? എന്തുകൊണ്ടാണ് ഇതിനു നേരെ താങ്കൾ കണ്ണടച്ചത്?
അങ്ങനെയല്ല സംഭവം. ഞങ്ങൾ നേരത്തെ ഞങ്ങളൊരു യുനാനി ഡോക്ടർമാരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. താങ്കളിലേക്ക് ആരോഗ്യമന്ത്രി ശ്രീ വി എസ് ശിവകുമാർ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ ഗുഡ് ഈവനിങ്. മിനിസ്റ്റർ, ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്ത സംസ്ഥാനത്ത് ഏതാണ്ട് 60-ൽ താഴെ മാത്രം അംഗീകൃത യുനാനി ഡോക്ടർമാർ ഉള്ളപ്പോൾ ആയിരക്കണക്കിന് യുനാനി ഡോക്ടർമാർ ചികിത്സ നടത്തുന്നു. അവരുടെ തട്ടിപ്പിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് ഞങ്ങൾ നൽകുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നു? യുനാനി ഡോക്ടർമാരുടെ ചികിത്സ നമ്മുടെ ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള ചികിത്സ ഫലപ്രദമായി നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ഈ രംഗത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് അനധികൃതമായിട്ട് എന്തെങ്കിലും ഈ ചികിത്സാ രംഗത്ത് ചികിത്സാ പദ്ധതികളുമായിട്ട് നടപ്പിലാക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കും. പലയിടങ്ങളിലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഡോക്ടർമാർ ചികിത്സ നടത്തുന്നു. ഇവരിൽ ചിലർക്ക് ദേശീയ അംഗീകാരങ്ങൾ വരെ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തീർച്ചയായിട്ടും അത് അന്വേഷിക്കും. ചികിത്സാ രംഗത്ത് ഗുണനിലവാരമുള്ള ചികിത്സ കൊടുക്കുക, അതിപ്പോ മോഡേൺ മെഡിസിൻ ആയിരുന്നാലും ആയുർവേദമായിരുന്നാലും യുനാനിയായി സിദ്ധയായിരുന്നാലും ഗവൺമെന്റിന്റെ ഉദ്ദേശമാണ് ജനങ്ങൾ കബളിപ്പിക്കപ്പെടരുത്, ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. അതിന് ഫലപ്രദമായ രീതിയിൽ നിയമപരമായിട്ട് അംഗീകാരമുള്ള ഡോക്ടർമാരുടെ ചികിത്സ തന്നെ ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് സമീപനം. അനധികൃതമായിട്ട് ആരെങ്കിലും ഈ രംഗത്ത് പാരമ്പര്യമില്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ, ഗവൺമെന്റ് അംഗീകൃതമല്ലാത്ത മിനിസ്റ്റർ, തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ട് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കളുടെ വകുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കുമോ? ഇതിൽ ഞങ്ങളുടെ ഫുട്ടേജസ് താങ്കൾക്ക് ആവശ്യമുണ്ടോ പരിശോധനയ്ക്ക്? അത് ശ്രദ്ധയിൽപ്പെട്ടാല് തീർച്ചയായിട്ടും നടപടിയെടുക്കും. മിനിസ്റ്റർ, കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ സഞ്ചരിക്കുമ്പോൾ വഴിയരികളിൽ ധാരാളമായി മൂലക്കുരു ചികിത്സ, ലൈംഗിക ചികിത്സ തുടങ്ങിയ നോട്ടീസുകൾ വ്യക്തമാണ്. ഇത്തരത്തിൽ വ്യാപകമായി ചികിത്സ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാത്തത്? ഇതിൽ എത്ര അധികൃത ക്ലിനിക്കുകളുണ്ട്, അനധികൃത ക്ലിനിക്കുകളുണ്ട് എന്നൊരു കണക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ? സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ വ്യാജ ഡോക്ടർമാർ, നമ്മുടെ അലോപ്പതി മോഡേൺ മെഡിസിൻ രംഗത്ത് അലോപ്പതി ചികിത്സ നടത്തുന്ന വ്യാജമായി നടത്തുന്ന, ഡിഗ്രി ഇല്ലാതെ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നടത്തുന്ന ആളുകൾ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് അത്തരത്തിൽ ആ മേഖലയിലെ ഗവൺമെന്റ് പരിശോധനകൾ നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതെങ്ങനെ പരാതി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടി ചെയ്യും. നന്ദി മിനിസ്റ്റർ പ്രതികരണത്തിനൊപ്പം തന്നെ ഡോക്ടർ അനീസ്, ഡോക്ടർ വേണുഗോപാൽ, ഡോക്ടർ അബ്ദുൽ വഹാബ് സ്പെഷ്യൽ എഡിഷനിൽ പങ്കെടുത്തതിന്.